السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനികളെ, പരിശുദ്ധ റജബിലെ 4-ാമത്തെ രാവാണ് നമുക്ക് കടന്നു വന്നിട്ടുള്ളത്. എല്ലാവരും ഇന്നത്തെ ദിവസം ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട സ്വർഗത്തിലെ നിധി എന്നറിയപ്പെടുന്ന ദിക്റും, അതേപോലെ തന്നെ റജബ് മാസത്തിലെ ഓരോ ദിനങ്ങളിൽ ചൊല്ലേണ്ട അത്ഭുത ഫലമുള്ള ദിക്റും കൂടെയാണ്. പിന്നെ സ്വലാത്തും ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങളൊക്കെയും റബ്ബിനോട് പറഞ്ഞ് ആ ആവശ്യങ്ങൾക്ക് എല്ലാത്തിനും പരിഹാരം ലഭിച്ച് അല്ലാഹു തആല സ്വർഗവും ദുനിയാവും ആഖിറവും വിജയിച്ചവരെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, ചൊല്ലേണ്ട അത്ഭുത പ്രധാനപ്പെട്ട ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ദിക്ർ ഹബീബായ തങ്ങൾ പറയുന്നു, അക്സിറു, നിങ്ങൾ അധികരിപ്പിക്കണം. ഈ ദിക്ർ നിങ്ങൾ അധികരിപ്പിക്കണം. ഫഇന്നഹാ കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ നിധിയാണ് ഈ ദിക്ർ. അതുകൊണ്ട് നിങ്ങൾ ധാരാളം ചൊല്ലണം. ഈ ദിക്ർ ചൊല്ലിയാൽ 99 രോഗങ്ങൾക്കത് പരിഹാരമാണ്. ആ രോഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും താന്ന രോഗമായി ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ടെൻഷനാണ്. മനുഷ്യന് ഏറ്റവും ചെറിയ രോഗമായി എണ്ണി പറഞ്ഞൊരു രോഗമാണ് ടെൻഷൻ എന്നുള്ളത്. അപ്പോൾ അതിനേക്കാൾ മുകളിലുള്ള ധാരാളം രോഗങ്ങൾക്കത് പരിഹാരമാണ്, പ്രതിവിധിയാണ്. അതുകൊണ്ട് എല്ലാവരും കൂടെ ചൊല്ലണം. അത് മാത്രമല്ല, 70ഓളം പ്രയാസങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ വാതിൽ അല്ലാഹു തആല അടച്ചു കളയുന്ന ഒരു ദിക്റും കൂടെയാണ്. ആ പ്രയാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും താന്ന പ്രയാസമായി മഹാന്മാരായ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഫഖറാണ്, ദാരിദ്ര്യമാണ്. കയ്യിൽ തീരെ പണമില്ലാത്തൊരവസ്ഥ നമുക്ക് വരികയില്ല. അപ്പോൾ അതിനേക്കാൾ മുകളിലുള്ള പലവിധ പ്രയാസങ്ങളുടെ വാതിൽ അല്ലാഹു തആല അടച്ചു കളയുകയാണ്. അതുകൊണ്ട് എല്ലാവരും കൂടെ ചൊല്ലണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. لا حول ولا قوة إلا بالله العلي العظيم. 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 لا حول ولا قوة إلا بالله العلي العظيم.
لا حول ولا قوة إلا بالله العلي العظيم 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 لا حول ولا قوة إلا بالله العلي العظيم
لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ നീ സ്വീകരിക്കണം നീ സ്വീകരിക്കണം റഹ്മാനെ അല്ലാഹുവേ തക്കതായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് തന്നെ അനുഗ്രഹിക്കണം റഹ്മാനേ. ബഹുമാനികളെ, പരിശുദ്ധ റജബിലെ ഓരോ ദിനങ്ങളിൽ 70 തവണ വീതം മഹാന്മാർ ചൊല്ലാൻ നിർദ്ദേശിച്ച അതിപ്രധാനപ്പെട്ട ഇസ്തിഗ്ഫാർ നമുക്ക് 70 തവണ ചൊല്ലി പിന്നെ നാരിയത്തു സ്വലാത്തു ചൊല്ലി ദുആ ചെയ്യണം. ഈ ഒരു ദിക്ർ, ഈ ഒരു ഇസ്തിഗ്ഫാർ ദിനം പ്രതി റജബ് മാസത്തിൽ ചൊല്ലിയാൽ വലാ തമസ്സുഹുന്നാറു, അദ്ദേഹത്തിന്റെ ശരീരത്തിനെ നരകം സ്പർശിക്കില്ലെന്ന് മഹാന്മാർ പഠിപ്പിച്ച അതിപ്രധാനപ്പെട്ട ഇസ്തിഗ്ഫാറാണ്. എല്ലാവരും കൂടെ 70 തവണ എണ്ണം തെറ്റാതെ തന്നെ ചൊല്ലണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി 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 അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി
أستغفر الله وأتوب إليه 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 അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നമ്മുടെ തൗബ നീ സ്വീകരിക്കണമല്ലോ. നാം ചൊല്ലി ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം റഹ്മാനെ. നമ്മുടെ പാവങ്ങളൊക്കെയും നീ കരിച്ചു കളയണമല്ലോ. നമ്മുടെ ശരീരം നീ നരകത്തിന് നീ നിഷിദ്ധമാക്കണം റഹ്മാനെ. നിന്റെ മഹാന്മാർ പഠിപ്പിക്കുകയും അവരുടെ ജീവിതത്തിൽ പതിവാക്കുകയും ചെയ്ത റജബ് മാസത്തിൽ മഹാന്മാർ അവരുടെ ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും പതിവാക്കിയ ദിക്റാണ് നാം ചൊല്ലിട്ടുള്ളത്. അല്ലാഹുവേ നമ്മുടെ എല്ലാ പാവങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. ദുനവിയും ഉഖ്റവിയുമായ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി തരണം റഹ്മാനെ. എല്ലാവരും കൂടെ നാരിയത്തു സ്വലാത്ത് 11 തവണ വീതം ഏറ്റു ചൊല്ലണം. അല്ലാഹു തആല നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة
وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحفائج وتنال به الرغائب وحصن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحفائج وتنال به الرغائب وحصن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحفائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحفائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحفائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. صل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, സ്വീകരിക്കണം അല്ലാഹ്. ചൊല്ലി ഇസ്തിഗ്ഫാറും ദിക്റും സ്വലാത്തും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഈ ദിക്റുകളുടെ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നീ അല്ലാഹുവേ വിജയം നൽകണം അല്ലാഹ്. ഇരു ലോകത്തും വിജയം നൽകണം റഹ്മാനെ. രണ്ടു ലോകത്തും വിജയിച്ചവരെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണം റഹ്മാനെ. അല്ലാഹുവേ ചൊല്ലിയതിന്റെ മിസ്ല സവാബ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാനിയ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ ഭാര്യന്മാർ, അവിടുത്തെ മാതാപിതാക്കൾ, അവിടുത്തെ മക്കൾ, അവിടുത്തെ പേരമക്കൾ, അവിടുത്തെ സ്വഹാബുൽ കിറാമിന്റെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ അവിടുത്തെ ഉപ്പാപ്പമാർ, ഉമ്മാമ്മമാരുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. സർവ്വ അംബിയാ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, മശായിഖന്മാർ, പ്രത്യേകിച്ച് ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്കും ഖാജാ തങ്ങളുടെ ഹദറത്തിലേക്കും ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ബറേൽവി തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ശൈഖുനാ സിയം വലിയുള്ളാഹിന്റെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവിന്റെ മശായിഖന്മാർ, ഉസ്താദന്മാരുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവർക്കുള്ള ദറജ നീ ഉയർത്തി കൊടുക്കണം അല്ലാഹ്. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ. അവരുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ദുനിയാവും ആഖിറവും നീ വെളിച്ചമാക്കണം റഹ്മാനെ. ദുനിയാവും ആഖിറവും നീ വെളിച്ചമാക്കണം റഹ്മാനെ. അല്ലാഹുവേ ജീവിതത്തിൽ വന്ന ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ സർവ്വതിന്മകൾ അവരുടെ ബറക്കത്ത് കൊണ്ട് നീ അഫൂ ചെയ്യണം അല്ലാഹ്. ഇഷ്ടജീവിതം ഞങ്ങൾക്ക് ധന്യമാക്കണം അല്ലാഹ്. നല്ലൊരു ജീവിതം നൽകണം റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വരുടെയും ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ മജ്ലിസിൽ നിരന്തരം പങ്കെടുക്കുന്ന, ഇപ്പോൾ പങ്കെടുത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലാഹുവേ ഖുർആൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വരുടെയും ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ അവർക്കുള്ള എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ ബർസഖിയായ ജീവിതം നീ സന്തോഷകരമാക്കണം റഹ്മാനെ. സ്വർഗത്തിലെ എല്ലാ നിഅമത്തുകൾ നീ ചൊരിച്ചു കൊടുക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. അല്ലാഹുവേ, ശഅബാനിലും റജബിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണമല്ലോ. നീ ബറക്കത്ത് ചൊരിഞ്ഞു തരണം റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ റമളാനിൽ ഞങ്ങൾക്ക് നീ എത്തിക്കണം റഹ്മാനെ. പരിശുദ്ധ റമളാനിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഒരുപാട് ദിക്റുകൾ സ്വലാത്തുകൾ ചൊല്ലാനും ഒരുപാട് ഖുർആൻ ഖതമുകൾ തീർക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ലോ. അല്ലാഹുവേ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാരുടെയും ബന്ധുമിത്രാദികളുടെയും അല്ലാഹുവേ, ഭാര്യമക്കളുടെയും കൂട്ടുകുടുംബക്കാരുടെയും അയൽവാസികളുടെയും ജ്യേഷ്ഠാനുജൻപെങ്ങന്മാരുടെയും അല്ലാഹുവേ, നമ്മുടെ മജ്‌ലിസിൽ നിരന്തരം പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും എല്ലാവിധ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ സർവ പാപങ്ങൾ നീ പുറത്തു തരണമല്ലോ. എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. അല്ലാഹുവേ, നീയുള്ള ജീവിതം നിന്റെ പൊരുത്തത്തിലായൊന്ന് ഞങ്ങളെ നീ ജീവിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണമല്ലോ. നമുക്ക് തന്ന സർവ്വതിലും നീ ബറക്കത്ത് ചെയ്യണമല്ലോ. നമുക്ക് നീ ബറക്കത്ത് ചെയ്യണമല്ലോ. നമ്മുടെ വീടുകൾ, നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ ഓരോന്നിലും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു തന്ന് ഇനിയുള്ള ജീവിതം നിന്റെ പൊരുത്തത്തിലായി നമുക്കൊന്ന് ജീവിക്കണമല്ലോ. അതിന് പറ്റിയ ജീവിതം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നല്ല നിലക്ക് ജീവിക്കാൻ, തഖ്വയോടെ ജീവിക്കാൻ, ഭക്തിയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണമല്ലോ. തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണമല്ലോ. നമ്മുടെ ഉള്ളു നന്നാക്കണമല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ ബാഹ്യവും ആന്തരികവും നന്നാക്കണം റഹ്മാനെ. ആരോടും വെറുപ്പില്ലാതെ, ഹസദില്ലാതെ, കിബറില്ലാതെ, വഞ്ചനയില്ലാതെ, ഗീബത്ത് നമീമത്ത് പറയാതെ, ആരെയും വേദനിപ്പിക്കാതെ, നാവ് കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ചിന്ത കൊണ്ടും ആരെയും വേദനിപ്പിക്കാതെ നല്ല നിലക്കുള്ളൊരു ജീവിതം നൽകണമല്ലോ. അല്ലാഹുവേ, ആരെയും നോവിക്കാതെ നല്ല നിലക്കുള്ളൊരു ജീവിതം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ നിലക്കുമുള്ള ബറക്കത്തും ഐശ്വര്യവും സന്തോഷവും നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നമുക്ക് നേരെ വരുന്ന എല്ലാ സിഹറും കണ്ണേറും ഫിത്നയും എല്ലാം നീ അവർക്ക് തന്നെ തിരിച്ചടിയാക്കണമല്ലോ. ഇത്തരത്തിൽ നിന്ന് ഞങ്ങളുടെ സന്താനയും സന്താനങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. എല്ലാവിധ കണ്ണേരിനെ തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ലോ. കണ്ണേറുകൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ തുറസ് നൽകണമല്ലോ, രക്ഷ നൽകണമല്ലോ. അല്ലാഹുവേ, എല്ലാ സിഹർ നീ ബാത്തിലാക്കണം റഹ്മാനെ. എല്ലാ സിഹർ നീ ബാത്തിലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ ഫിത്നയും നീ ഉടച്ചു കളയണം റഹ്മാനെ. അവരെ നന്നാക്കണമല്ലോ. അല്ലാഹുവേ, ഹസദീങ്ങളുടെ ഹസദിനെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനെ. ഫിത്നക്കാരുടെ ഫിത്നയെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങൾ നിനക്ക് വേണ്ടിയാക്കണമല്ലോ. ചെയ്യുന്ന ഓരോ നല്ല പ്രവർത്തനങ്ങൾ നിന്നെ കരുതി, നിന്റെ സ്നേഹത്തെ, നിന്റെ ഇഷ്ടത്തെ കരുതി, നിന്റെ റിള ആശിച്ച് ചെയ്യുന്നവരാക്കണം റഹ്മാനെ. അല്ലാഹുവേ, തഖ്വയുള്ള ജീവിതം നൽകണമല്ലോ. ഭക്തിയോടെ നിസ്കരിക്കാനും ദിക്റുകൾ ചൊല്ലാനും സ്വലാത്തുകൾ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഒരു സുന്നത്ത് നിസ്കാരം പോലും നഷ്ടപ്പെടുത്താതെ അതിൻ്റെ മുറ പോലെ നമുക്ക് നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി പരിശുദ്ധ മദീനയിലെത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. സ്വപ്നത്തിലും യഖ്ളത്തിലും ധാരാളമായി അവിടുത്തെ പൂമുഖം ദർശിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് തവണ സ്വപ്നത്തിലും യഖ്ളത്തിലും ആ പരിശുദ്ധ വജ്ഹൊന്ന് കണ്ട് ആസ്വദിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ.
നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ മാനസികവും ശാരീരികവുമായ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം അല്ലാഹുവേ. എന്തെല്ലാം രോഗങ്ങളാണെന്ന് പറഞ്ഞ്, കഠിന രോഗമാണെന്ന് പറഞ്ഞ്, ക്യാൻസർ പോലത്തെ രോഗമാണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, ഏത് കഠിന ക്യാൻസർ രോഗമാണെങ്കിലും നീ ശിഫ നൽകണം ആജിലായ ശിഫ നൽകണം അല്ലാഹുവേ. പൂർണ്ണമായ ശിഫ നൽകണം റഹ്മാനെ. ചൊല്ലിയ ദിക്റിന്റെ സ്വലാത്തിന്റെ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആജിലായ താമായ ശിഫ നൽകണം റഹ്മാനെ. പരിപൂർണമായ ശിഫ നൽകണം റഹ്മാനെ. പൂർണ്ണ ആഫിയത്ത് തിരിച്ചു കൊടുക്കണം ആരോഗ്യം തിരിച്ചു കൊടുക്കണം അല്ലാഹുവേ. പഴയതുപോലെ നിസ്കരിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും കുടുംബത്തിൽ സന്തോഷത്തോടെ കഴിയാനും അവർക്കെല്ലാം ഞങ്ങൾക്കുമെല്ലാം നീ ഭാഗ്യം നൽകണം റഹ്മാനെ. നീ ഭാഗ്യം നൽകണം വല്ല രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ മുളച്ചു വരുന്നുണ്ടെങ്കിൽ നീ ശിഫ നൽകണം നീ ശിഫ നൽകണം നീ തുടച്ചു മാറ്റണം റഹ്മാനെ. നീ തുടച്ചു മാറ്റണം റഹ്മാനെ. നീ തുടച്ചു മാറ്റണം റഹ്മാനെ. ഒരു അപകട മരണത്തിലോ, മോശപ്പെട്ട മരണത്തിലോ, ആത്മഹത്യ ചെയ്തുള്ള മരണത്തിലോ, ഹാർട്ട് അറ്റാക്ക് ഉള്ള മരണത്തിലോ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. പെടുന്നതിനുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, തഖ്വയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. നീ നിഷിദ്ധമാക്കിയ സർവ്വതിൽ നിന്നും വിട്ടു നിൽക്കാൻ, ഹറാമായ കാഴ്ചകളെ വിട്ടു നിൽക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. ഹറാമ് കാണുന്നവരാക്കല്ലയല്ലോ, കേൾക്കുന്നവരാക്കല്ലയല്ലോ, സ്പർശിക്കുന്നവരാക്കല്ലയല്ലോ, പ്രചരിപ്പിക്കുന്നവരാക്കല്ലയല്ലോ, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരാക്കല്ലയല്ലോ. അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള പ്രേരണയുമായി മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. മറ്റുള്ളവർ ഹറാമു കാണുമ്പോൾ, കേൾക്കുമ്പോൾ അത് ചെയ്യരുതെന്ന് പറയാനും അത് ഞങ്ങൾക്കും പ്രവർത്തിക്കാനും അല്ലാഹുവേ തൗഫീക്ക് നൽകണം റഹ്മാനെ. നല്ലത് മാത്രം കണ്ട്, നല്ലത് മാത്രം ചെയ്ത്, ഈമാനോടെ തഖ്വയോടെ ജീവിച്ച്, ഈമാനോടെ പുഞ്ചിരിയോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. നീ തൗഫീക്ക് നൽകണം റഹ്മാനെ. നീ തൗഫീക്ക് നൽകണം വിടില്ലാതെ വിഷമം പറഞ്ഞവരുണ്ട്. ഖൈറായ ബറക്കത്തുള്ള, സന്തോഷമുള്ള, റാഹത്തുള്ള നല്ല വീട് നൽകണം കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടങ്ങൾ വീട്ടാനുള്ള സഹിലായ വഴി നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. സാമ്പത്തിക ശേഷി നൽകണം നല്ല ജോലി നൽകണം ഖൈറായ നല്ല ജോലി നൽകണം റഹ്മാനെ. മക്കളുടെ സ്വഭാവം നന്നാക്കണം റഹ്മാനെ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകണം ഖൈറായ മക്കളെ നൽകണം സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും മാതാപിതാക്കൾക്കും സമൂഹത്തിനും നിന്റെ ദീനിനും ഖിദ്മ ചെയ്യുന്ന, സേവനം ചെയ്യുന്ന നല്ല മക്കളാക്കണം റഹ്മാനെ. തന്ന മക്കളെ നീ കൂട്ടത്തിൽ ചേർക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സന്താനങ്ങൾക്ക് നല്ല ബുദ്ധിശക്തി നൽകണം ഓർമ്മശക്തി നൽകണം പഠിച്ചതൊട്ട് മറക്കാതെ നല്ല നിലക്ക് പഠിക്കാനും പഠിക്കുന്ന വിഷയത്തിലുള്ള ആത്മാർത്ഥതയുള്ള നല്ല മക്കളെ നൽകണം റഹ്മാനെ. തന്ന മക്കളെ നീ കൂട്ടത്തിൽ ചേർക്കണം റഹ്മാനെ. വിവാഹപ്രായമെത്തി എത്രയോ യുവതി യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അനുയോജനകളെ കൊടുത്ത് സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം അവർക്കും നമുക്കെല്ലാം നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഗർഭിണികളായ സഹോദരന്മാരുണ്ട് റബ്ബേ, അവർക്കെല്ലാം നീ സുഖപ്രസവം നൽകണം സുഖപ്രസവം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, സുഖപ്രസവം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നിന്റെ മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. നമുക്കുള്ള മരണം ഖൈറാകുന്ന വേളയിൽ പരിശുദ്ധ മദീനയിൽ ചെല്ലാനും അവിടെ ചെന്ന് ധാരാളം സ്വലാത്തുകൾ സലാമുകൾ ചൊല്ലാനും ഒടുവിൽ അവിടുത്തെ പരിശുദ്ധ മജ്ലിസ് കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഈമാനോടെ മരിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാൻ.
പരിശുദ്ധ ജന്നത്തുൽ ബഖീൽ ചെന്ന് അവിടെ നമുക്ക് വിശ്രമിക്കാനുള്ള അവസരം നൽകണം. പരിശുദ്ധ മദീനയുടെ മണ്ണ് കവൽ ചേർത്ത് വെച്ച് കിടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. പരിശുദ്ധ മണ്ണിൽ പോയി കിടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണം റഹ്മാനെ, നീ തൗഫീഖ് നൽകണം അല്ലാഹ്. നമ്മുടെ ദുആഇനെ നീ സ്വീകരിക്കണം റഹ്മാനെ, നമ്മുടെ ദുആഇനെ നീ സ്വീകരിക്കണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.